ഗൈസ് അങ്ങനെ പെട്ടെന്നൊരു എമർജൻസി വന്നിട്ട് നമുക്ക് മംഗളൂർ പോകേണ്ട വന്നു. അപ്പോൾ നമ്മൾ നേരെ കാറെടുത്ത് മംഗളൂർ പോയിക്കൊണ്ടിരിക്കുക. അതായത് പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നുമില്ല, പെട്ടെന്നൊരു എമർജൻസി വന്ന് നമുക്ക് പോകേണ്ട വന്ന്. പിന്നെ നെക്സ്റ്റ് നേരെ നമ്മൾ പെട്രോൾ പമ്പിൽ കയറുന്നു. അതിനുശേഷം പെട്രോൾ അടിച്ചിട്ട് നേരെ മംഗളൂർ. ലാസ്റ്റ് നമ്മൾ പെട്രോൾ അടിക്കാൻ പമ്പിലെത്തി. ഇനി പെട്രോൾ അടിച്ചിട്ട് അത് നമ്മൾ കോട്ടയത്തായതേ ഉള്ളൂ. കോട്ടയത്തു നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കോട്ടയത്തു നിന്ന് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. നേരെ പമ്പിൽ പെട്രോൾ. ഗൈസ് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോളാണ് അടിക്കുന്നത്. കാരണം ഫുൾ ടാങ്ക് നമുക്ക് വേണം, വൺ സൈഡ് തന്നെ. അങ്ങനെ നമ്മൾ 50 ലിറ്ററൊന്നും നമുക്ക് വേണ്ടി വന്നില്ല. മൊത്തം 35 ലിറ്റർ ഫുൾ ടാങ്കായി. പിന്നെ നേരെ മംഗളൂർ. അങ്ങനെ കറക്റ്റൊരു 11:45 ആയപ്പോൾ നമ്മൾ എറണാകുളത്തെത്തി. ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, നാളെ രാവിലെ വരെ ഉറങ്ങാതെ എങ്ങനെയാലും സർവൈവ് ചെയ്യണം. ഇങ്ങനെ നാഷണൽ ഹൈവേ കയറിയിരിക്കുക. നല്ല അടിപൊളി റോഡാണ്. കോട്ടയം മുതൽ ഇതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേ സമയം ലാഭിക്കുമായിരുന്നു. നമ്മളങ്ങനെ മോർണിംഗ് ഒക്കെ ആയപ്പോഴത്തേക്കും കാസർഗോഡ് നാഷണൽ ഹൈവേ കയറിയിട്ടുണ്ട്. ആദ്യം ഓർത്ത് ഫുള്ളൊരൊറ്റ സ്ട്രെച്ചിൽ അങ്ങ് പോയേക്കാന്ന് ഓർത്തത്. പക്ഷേ ഞങ്ങൾ കണ്ണൂരൊക്കെ ആയപ്പോഴത്തേക്കും നിർത്തി കുറച്ച് നേരം കിടന്നിട്ടൊക്കെയാണ് വന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇനി എങ്ങും നിർത്തുന്നില്ല, നേരെ പിന്നെ ചിലപ്പം ബേക്കൽ ഫോർട്ട് കയറും. അതുകൂടെ കഴിഞ്ഞിട്ട് നേരെ മംഗളൂർ. നമ്മളത് ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ്. കറക്റ്റ് കാസർഗോഡ്. ഇതാണ് ഇന്ന് രാവിലത്തെ ഫുഡ്. മുട്ട റോസ്റ്റ്, 2 ചപ്പാത്തി. നമ്മൾ വരുന്ന വഴി നേരെ ബേക്കൽ ഫോർട്ട് കയറിയത്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് വരുന്നത്, പാർക്കിംഗ് സ്ലോട്ട്. ഇനി പാർക്കിങ്ങിന് 20 രൂപ പാസ്സുണ്ട്. ഇത് കഴിഞ്ഞ് കുറച്ച് നടക്കണം അങ്ങോട്ട്, ഒരു 3 മിനിറ്റോളം നടപ്പുണ്ട്. നടന്നിട്ട് നേരെ ബേക്കൽ ഫോർട്ടിൻ്റെ അകത്ത് കയറാം. ടിക്കറ്റുണ്ട്. പാസിന് 25 രൂപ, അതായത് ഒരു ടിക്കറ്റിന് 25 രൂപയുള്ളൂ. വലിയ കുഴപ്പമില്ല, അഫോർഡബിൾ കോസ്റ്റ്. ഇവിടെയാണ് എൻട്രി വരുന്നത് കേട്ടോ. യെസ്, പാസ് നോക്കാൻ ടൈമായി. ലക്ഷറി സ്പേസ് അറിയാം. ഇതേ ഒരു ഗുഹ കണ്ടോ, ഗുഹ പാവം. ഇത് ബീച്ചിൻ്റെ ഒരു വ്യൂ പോയിൻ്റ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. വഴി തീർന്നല്ലേ, വഴി തീർന്നു. ഇതിനകത്ത് എന്തോ ഒരു സാധനമുണ്ട്, ബട്ട് അടച്ചിട്ടിരിക്കുക. അവിടുന്ന് ക്ലോസ്ഡാണ്, അല്ലേ കയറായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലും കൂടെ കയറാനുണ്ട്. ഇത് മാത്രമേ പെൻഡിങ് ഉള്ളൂ, ബാക്കിയെല്ലാം കണ്ടു. എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. അയ്യോ,
കയറി എത്തണേ കുറച്ച് സമയം എടുക്കും. യെസ്, നമ്മൾ മേലെ എത്തി. നമ്മൾ ബേക്കൽ ഫോർട്ട് എല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങി. അത്യാവശ്യം നല്ല വെയിലുമുണ്ട്, കുറേ നടക്കാനുമുണ്ട്. ഇനി വെയിൽ കൊള്ളാൻ മടിയുള്ളവരാണെങ്കിൽ ഏർലി മോർണിംഗോ അല്ലെ ഈവനിങ്ങോ വരിക, അതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല വെയിൽ ഉണ്ട്, നല്ല രീതിക്ക് നടക്കാനുമുണ്ട്. ഓക്കെ, അങ്ങനെ 12 മണിക്കൂറത്തെ 13 മണിക്കൂറത്തെ യാത്ര ശേഷം നമ്മൾ മംഗളൂർ എത്തി ഗൈസ്. മംഗളൂർ എത്തി. അപ്പോൾ ഓക്കെ, ബൈ.